പറ. അപ്പോൾ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ അംഗനവാടിയിലെ പ്രവേശനോത്സവമായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഉച്ചവരെയായിരുന്നു നമ്മുടെ പ്രവേശനോത്സവം, ഉച്ചവരെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളിവരെ 9:30 തൊട്ട് 3:30 വരെയാണ് അംഗനവാടിയുടെ ടൈം. ഇപ്പോൾ തന്നെ ഏകദേശം 9:30 ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്ന് 9:30 അപ്പോൾ ഇന്നത്തെ കാര്യം നോക്കുമ്പോൾ നമ്മൾ ഇവരെ വിട്ടിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഇവർ ഇരിക്കുകയോ കരയോ ഒന്നും ഒരു ഐഡിയ, എന്തായാലും കരയായിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ എങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ മറ്റുള്ളൊരു സ്ഥലത്ത് ആദ്യമായിട്ട് വിട്ടു. അപ്പോൾ എൻ്റെ വീട്ടിൽ വിടും. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടൊന്നുമില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടൊന്നുമില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ രാവിലെ അണിച്ച് തന്നെ ടാറ്റ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ റെഡി ആവുന്നതേ ഉള്ളൂ. ട്വിൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരാളെന്തായാലും കൂടെ വേണം കൊണ്ടുവിടാനായിട്ട്. അപ്പോൾ അങ്ങനെ ടു വീലറിലോ അങ്ങനെയൊന്നും കൊണ്ടുവിടാനുള്ള സൗകര്യം നമുക്ക് പറ്റില്ല, ഇവർ രണ്ടുപേരായതുകൊണ്ട്. അപ്പോൾ എന്തായാലും കൂടെ പോകണം, ഒരാൾ കൂടെ കൊണ്ടുവരാൻ, ഒരാൾ കൂടെ വേണം, അങ്ങനത്തെയൊക്കെ. പിന്നെ മഴയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയത്തേ വേണ്ട, സീനാണ്. കാരണം ഇവരെ കൊണ്ടുവരുന്നത് കുറച്ച് കഷ്ടമാണ്. നമ്മുടെ രണ്ട് കയ്യിൽ പിടിക്കുന്ന റോഡാണല്ലോ, അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ഡേ ആണ്. സ്കൂളിൽ പോണോ? പോണ്ടാ? സ്കൂളിൽ എന്തിനാ പോണ്? കളിക്കാൻ പോണ്? ടോയ്സ് വേണോ? ടോയ്സ് വേണോ? കാറ് വേണോ സൈക്കിൾ വേണോ? സൈക്കിളാ? ഇബുന് എന്ത് വേണം? സൈക്കിൾ മതിയാ? കാറ് വേണ്ട? സ്കൂളിൽ പോണാ? സ്കൂളിൽ പോണാ? കാറ് വേണോ? നമുക്ക് പോവാ, ടാറ്റ പോവാ. മമ്മൻ കഴിക്കണ്ടേ? മമ്മൻ കഴിക്കണ്ടേ? ആവശ്യമുണ്ടേ? ഇവർക്ക് ഫുഡൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ. അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട് നമുക്ക്. ഫുഡോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകണ്ട. ഒരു സെറ്റ് ഡ്രസ്സ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വെള്ളം കൊടുത്തു വിടുന്നുണ്ട്. അവർക്ക് അവിടെ ചോദിച്ച് കുടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുമോ എന്ന് അറിയില്ലല്ലോ ഫസ്റ്റിൽ. അപ്പോൾ ഫുഡ്, അതുപോലെ തന്നെ പാല്, മുട്ട, അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ സ്നാക്സ് കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. പുറത്തൊന്നും ഒരു ഭക്ഷണംസും അവൈലബിൾ അല്ല. അവിടെ ഉണ്ടാക്കുന്നത് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പണിയില്ല. രാവിലെ ഫുഡ് കൊടുത്തിട്ട് നമുക്ക് അയച്ചു വിട്ടാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ 3:30 ആകുമ്പോഴത്തേക്കും പോയി കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എന്തായാലും നമുക്ക് അംഗനവാടി പോകണം. എന്തായാലും ഞാൻ വ്ളോഗ് ചെയ്യുന്നതിരിക്കുകയാണ്. കാരണം എൻ്റെ ഫസ്റ്റ് ബേബീനെ തന്നെ, ഈശക്കുട്ടിനെ തന്നെ എനിക്ക് അങ്ങനെയൊന്നും അംഗനവാടിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. സെക്കൻഡ് ട്വിൻസ് ആണല്ലോ. അപ്പോൾ പുറത്തങ്ങനെ ഇറങ്ങുന്നതൊക്കെ കുറച്ച് കഷ്ടമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമായിട്ട് ബാഗൊക്കെ ഇടുന്നതിൻ്റെ സന്തോഷമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ കൂടെ ഉണ്ടാകുന്ന ധൈര്യത്തിലാണ് അവർ ഇത്ര ലാഘവത്തോടെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർക്ക് ഭയങ്കര എന്തോ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം പുതിയ സ്ഥലമാണല്ലോ. അപ്പോൾ പ്രവേശനോത്സവത്തിന് നമ്മൾ പോയി അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവരുടെ അവിടെ നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും പതുക്കെ കാണാതെ വരാമെന്ന് കരുതിയത്. കരയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവരെ കാണാതെ മെല്ലെ വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വിളിക്കാൻ ഞാൻ പോയി. 3:30 മുൻപേ പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷം. അപ്പോൾ ഞാൻ അവരെ നടന്ന് വരുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.